നമസ്കാരം. വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ സയൻസിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. Any object comprises of large number of particles. Each particle is pulled towards the earth due to the force of gravity. ഏതൊരു വസ്തുവും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അനേകം പാർട്ടിക്കിൾ അഥവാ കണികകൾ കൊണ്ടാണ്. ഇവ ഓരോന്നും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. The forces on the particles are equal, parallel and act in the same direction. These forces will have a resultant which act through a particular point G is the center of gravity. ഓരോ പാർട്ടിക്കിളും ഭൂമി ചെലുത്തുന്ന ഫോഴ്സ് അഥവാ ബലം തുല്യവും സമാന്തരവും ഒരേ ദിശയിലുമുള്ളതുമായിരിക്കും. അതായത് അവ ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. വസ്തുവിൻ്റെ മൊത്തം ഭാരം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന ഭാഗം ജി എന്ന് ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നത് വളരെ ലളിതമായി എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. എ ഫിക്സ്ഡ് പോയിന്റ് ത്രൂ വിച്ച് the entire weight of body acts irrespective of the position of the body. എന്തെന്നാൽ വസ്തുവിൻ്റെ പൊസിഷൻ എന്ത് തന്നെയായാലും അതിൻ്റെ മുഴുവൻ ഭാരവും ഒരു ഫിക്സ്ഡ് പോയിന്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് ആ വസ്തുവിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ചിത്രത്തിൽ ഒരു സ്കെയിലിനെ ഒരു വിരൽ തുമ്പ് കൊണ്ട് താഴെ വീഴാതെ താങ്ങി നിർത്തുന്നതായി കാണാം. അതായത് ആ സ്കെയിലിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ മിഡ് പോയിന്റിലായതിനാലാണ് അത് അങ്ങനെ സാധിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു പക്ഷിയുടെ രൂപത്തെ വിരൽത്തുമ്പ് കൊണ്ട് താങ്ങി നിർത്താൻ സാധിക്കുന്നത്, അതായത് താഴെ വീഴാതെ താങ്ങി നിർത്താൻ സാധിക്കുന്നത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലാണ് അത് പിടിച്ചത് എന്നുകൊണ്ടാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഒബ്ജക്ട്സ്, വിവിധ വസ്തുക്കളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ITI എക്സാമുകളിൽ വരുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ ITI എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. യൂണിഫോം റോഡ് അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ റോഡ്. ഒരു ദണ്ടിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിൽക്കുന്നത് അതിൻ്റെ മിഡ് പോയിന്റിലാണെന്നാണ് പറയുന്നത്. അടുത്തതായി ക്വാഡ്രിലാറ്ററൽ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ചതുർഭുജങ്ങളെയാണ്, 4 വശങ്ങളോട് കൂടിയ രൂപങ്ങളെയാണ് ചതുർഭുജങ്ങൾ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അതിൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ, പാരലോഗ്രാം, റോംബസ്, ക്യൂബ്, ക്യൂബോയിഡ് ഇവയെല്ലാം പെടും. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറയുന്നത് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ഡയഗണൽസ്. അതായത് ക്വാഡ്രിലാറ്ററലുകളുടെ വികർണം അല്ലെങ്കിൽ ഡയഗണൽസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം അല്ലെങ്കിൽ അവ കൂട്ടിമുട്ടുന്ന ഭാഗത്തെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയി പരിഗണിക്കുന്നത്. ട്രയാങ്കിൾ, the point of intersection of the medians or 1/3h. ത്രികോണങ്ങളിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ മീഡിയൻസ് അഥവാ നടുവരകൾ ഭാഗിക്കുന്ന സ്ഥലത്താണ്. അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റിൻ്റെ 1/3 ഭാഗത്തായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിൽക്കുന്നത്. ഇവിടെ h എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ട്രയാങ്കിളിൻ്റെ ഹൈറ്റാണ്. അടുത്തതായി കോൺ, 1/4 ഹൈറ്റ് ഓഫ് ദ കോൺ. ഒരു കോണിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ ഹൈറ്റിൻ്റെ 4/1 ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. അതിൻ്റെ ബേസിൽ നിന്നും 4/1 ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. റിങ്, സോളിഡ് സ്ഫിയർ ആൻഡ് ഹോളോ സ്ഫിയർ അറ്റ് ദ ജിയോമെട്രിക് സെൻറ്റർ. റിങ്ങുകളുടെയും സോളിഡ് സ്ഫിയറുകളുടെയും ഹോളോ സ്ഫിയറുകളുടെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ ജിയോമെട്രിക് സെൻറ്ററിലാണെന്നാണ് പറയുന്നത്. സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഗോളം എന്നാണ് അർത്ഥം. ഹാഫ് സർക്കിൾ, 4r/3π ഫ്രം സെൻറ്റർ ഓഫ് ദ ഡയഗണൽ. ഹാഫ് സർക്കിൾ അർദ്ധവൃത്തങ്ങളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 4r/3π ആണ്. r എന്ന് പറയുന്നത് അർദ്ധവൃത്തത്തിൻ്റെ ആരമാണ്, റേഡിയസ് ആണ്. സിലിണ്ടർ at the point of the axial line on a point h/2 from the base. ഒരു സിലിണ്ടറിൻ്റെ വൃത്തസ്തംഭത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ പാദത്തിൽ നിന്നും അതിൻ്റെ ആക്സിയൽ ലൈനിലൂടെ നോക്കുമ്പോൾ
അതിൻ്റെ ഹൈറ്റിൻ്റെ പകുതിയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് സിലിണ്ടറിൻ്റെ നടുക്ക് അതിൻ്റെ ആക്സിൽ ലൈനായിട്ടായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. ഹെമിസ്ഫിയർ ഓൺ ദ സെൻട്രൽ റേഡിയസ് അറ്റ് ഡിസ്റ്റൻസ് 3r/8 ഫ്രം ദ പ്ലെയിൻ ബേസ്. ഒരു ഹെമിസ്ഫിയറിൻ്റെ അർദ്ധഗോളത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 3r/8 ആയിരിക്കും. അതിൻ്റെ പാദത്തിൽ നിന്ന് 3r/8 ആണ്. r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അടുത്ത ടോപ്പിക്ക് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. ഇഫ് ദ റിസൾട്ടൻ്റ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് 0 ആൻഡ് ഇഫ് ദർ ഈസ് നോ ടേണിംഗ് മൊമെൻറ്റ് then the object is said to be in equilibrium condition. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന മൊത്തം ഫോഴ്സുകളുടെ തുക 0 ആവുകയും ആ വസ്തുവിന് സ്ഥാനചലനം ഉണ്ടാവുകയും ചെയ്യുന്നില്ലെങ്കിൽ ആ വസ്തു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് പറയാം. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് 3 തന്നെ ഉണ്ട്. ഒന്ന് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ വെൻ സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ്. വസ്തുവിന് സ്ഥാനമാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുന്നുവെങ്കിൽ ആ വസ്തു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഉദാഹരണമായി എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ്. ഒരു കോൺ അതിൻ്റെ ബേസിൽ റെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. കാരണം നമ്മൾ ആ വസ്തുവിലേക്ക് ഒരു ചെറിയ ബലം പ്രയോഗിച്ചാലും അത് അതിൻ്റെ ബേസിൽ തന്നെ തുടരാൻ ശ്രമിക്കുന്നു. അടുത്തൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ ബോൾ ഓൺ എ കോൺകേവ് സർഫസ്. ഒരു കോൺകേവ് സർഫസിൽ ഒരു ബോൾ വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ബേസിൽ എപ്പോഴും തുടരും. അടുത്തത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. Object does not return to its original position when slightly displaced. വസ്തുവിന് സ്ഥാനമാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ അത് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വസ്തു അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫാൾസ് ടേക്കിംഗ് ഇറ്റ്സ് അവേ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ യഥാസ്ഥാനത്ത് മാറിപ്പോകുന്നതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഉദാഹരണമായി എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ടിപ്സ്. ഒരു കോണ് അതിൻ്റെ ടിപ്പിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിലേക്കൊരു ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ അതേ പൊസിഷനിലേക്ക് അതിന് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ എ ബോൾ ഓൺ എ കോൺവെക്സ് സർഫസ്. ഒരു കോൺവെക്സ് സർഫസിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അതിൻ്റെ സ്ഥാനത്ത് തുടരാൻ സാധിക്കുന്നില്ല. ആ വസ്തു അവിടുന്ന് ഉരുണ്ട് താഴേക്ക് പോകുന്നു. തിരിച്ച് ആ പൊസിഷൻ അതിനെ അറ്റൈൻ ചെയ്യാൻ സാധിക്കില്ല. ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഇഫ് ഒബ്ജക്ട്സ് ബീയിങ് സ്ലൈറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ഇറ്റ് ടേക്സ് എ ന്യൂ പൊസിഷൻ സിമിലർ ടു ഇറ്റ്സ് ഒറിജിനൽ വൺ. വസ്തുവിന് ഒരു സ്ഥാനചലനം സംഭവിക്കുമ്പോൾ അത് മുമ്പ് നിന്നിരുന്ന സ്ഥാനത്തിന് സമാനമായ മറ്റൊരു സ്ഥാനത്ത് എത്തിയെങ്കിൽ ആ വസ്തു ന്യൂട്രൽ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് പറയാം. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി റിമെയിൻസ് അൺഡിസ്റ്റർബ്ഡ്. ഇവിടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയെ സ്ഥാനമാറ്റം ബാധിക്കുന്നില്ല. ഉദാഹരണമായി എ കോൺ റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് സൈഡ്. ഒരു കോണ് അതിൻ്റെ സൈഡിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനേക്കൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അത് കറങ്ങി വേറൊരു സ്ഥാനത്തിൽ അതിന് സമാനമായ മറ്റൊരു സ്ഥാനത്തിൽ അതേപോലെ തുടരുന്നു. അടുത്തൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ എ ബോൾ ഓൺ ഫ്ലാറ്റ് സർഫസ്. ഒരു ഫ്ലാറ്റ് സർഫസിലുള്ള ഒരു ബോളിലേക്ക് നമ്മളൊരു ബലം പ്രയോഗിച്ചാൽ അത് ഉരുണ്ട് കുറച്ച് കഴിഞ്ഞ് അത് വീണ്ടും ആ ഫ്ലാറ്റ് സർഫസിൽ മറ്റൊരു സ്ഥലത്ത് നിൽക്കും. താങ്ക് യു.